ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മുന്നേ ഞാനൊരു മജ്ബൂസ് റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മജ്ബൂസിൻ്റെ കൂടെ അല്ല, ഏതൊരു അറബിക് ഡിഷിൻ്റെ കൂടെ നമുക്ക് ഇതൊന്ന് സൈഡായിട്ട് കഴിക്കാം. ഇനി നിങ്ങൾക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരിഞ്ഞത്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ കുറച്ചും കൂടെ കളറുള്ള തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സാലഡിന് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില. അപ്പോൾ നമുക്ക് അത് എത്ര പിടിയാണെന്ന് വെച്ചാൽ ഒരു 2 പിടി മല്ലിയില, ഒരു പിടി നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയൊക്കെ നിങ്ങളെടുത്ത് ചെയ്യണമെങ്കിൽ ഒരു വെളുത്തുള്ളി മതി കേട്ടോ. അതുപോലെ ഞാനിവിടെ 3 മുളക് എടുത്തിട്ടുണ്ട്. മുളക് നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എരിവില്ലാത്ത മുളക് എടുത്താൽ മതി. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നാരങ്ങ ഇല്ലാത്തവരുണ്ടെങ്കിൽ വിനെഗർ ചേർക്കാം കേട്ടോ. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ ഒരു മജ്ബൂസിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.